ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ് ഓഫ് ലൈഫ് ആൻഡ് ഫ്ലോ സ്റ്റോറീസ്. ഇന്ന് ഞങ്ങളുടെ ചേർച്ചിലെ എല്ലാവരും കൂടെ ഞങ്ങളുടെ ഒരു മെമ്പറിൻ്റെ വിവാഹത്തിന് വേണ്ടി വയനാട്ടിലോട്ട് പോവുകയാണ്. ഒറ്റ ദിവസത്തിൻ്റെ കാര്യമായതുകൊണ്ട് വലുതായിട്ടൊന്നും പാക്ക് ചെയ്തില്ല. ഏകദേശം 3:30 ആകുമ്പോൾ ബസ് കയറേണ്ട സ്ഥലത്തെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ച അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ അളിയൻ്റെ വീട്. അപ്പോൾ അവിടെ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങ് കയറാവുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഓൾറെഡി അവിടെ പിക്കപ്പ് പോയിന്റ് വന്നിട്ടുണ്ട്. ഓരോരുത്തരായി വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാസ്റ്ററും കുറച്ച് മെമ്പേഴ്സും അവർ ചർച്ചിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരും നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം എല്ലാവരും എത്തി. നല്ല ചൂടായതുകൊണ്ട് പുറത്ത് അധികം നേരം നിൽക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മെല്ലെ കയറാൻ അങ്ങ് തുടങ്ങി. ആസ് യൂഷ്വൽ ഞങ്ങൾ ബാക്ക് സീറ്റ് എല്ലാം അടിച്ചു മാറ്റി. അതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് അവിടെ ഒഫീഷ്യലി സ്റ്റാർട്ടായി. വണ്ടി മെല്ലെ ഞങ്ങളുടെ തൂക്കുപാലത്തിൻ്റെ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു എനർജറ്റിക് ആൻഡ് ബോൾഡ് സീനിയർ മെമ്പറായത്. ഇതാണ് മുക്കടവ് പാലം. പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ചെറിയ ഫിനിഷിങ് മാത്രമുണ്ട്. നടക്കുമായിരിക്കും. അങ്ങനെ യാത്ര മുന്നോട്ട് പോയി. ആദ്യത്തെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാം യാത്രയുമായി. കുറേ പേര് അവരുടെ ലോകത്തിൽ, മറ്റു ചിലർ കാഴ്ചകൾ കണ്ടു. പിന്നെ കുറച്ച് പേര് ഉറങ്ങാൻ വേണ്ടി അവരുടെ കംഫർട്ട് സോൺ തപ്പുക. ഏകദേശം 5 മണിയോടെ ഒരു ചായക്ക് നിർത്തിയപ്പോൾ എല്ലാവരും വീണ്ടും ഒന്നുകൂടെ ആക്റ്റീവായത്. സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചും പിന്നെ കുറച്ച് സാമൂഹിക കാര്യങ്ങളൊക്കെ സംസാരിച്ചും കുറച്ച് സമയം അവിടെ അങ്ങ് ചിലവായി. അവിടുന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ഇനി വണ്ടി ഡിന്നറിന് മാത്രമേ നിർത്താൻ പാടില്ലെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 8 മണിയോടെ ഡിന്നറിന് വേണ്ടി ബസ് ഈ ഒരു കടയിൽ സ്റ്റോപ്പ് ചെയ്തു. ഈ യാത്രയായതുകൊണ്ട് റിസ്ക് ഒന്നും എടുക്കണ്ടെന്ന് വെച്ച് ആദ്യം മെനു ഒന്നും ചെക്ക് ചെയ്യാൻ പോയില്ല. അവിടെ ഉള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. ലാസ്റ്റ് ഒരു സുലൈമാനിയെ അടിച്ചുകൊണ്ട് യാത്ര വീണ്ടും അങ്ങോട്ട് മുമ്പോട്ട് തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഡിന്നർ കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു. ഫുഡ് കഴിച്ചതിൻ്റെ എനർജി ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ആക്റ്റീവായി. എല്ലാവരും കൂടെ പാട്ടും ഗെയിംസും ഒക്കെ ചെയ്ത് ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് ടൈം പോലെയായി. അങ്ങനെ ആ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്ത് യാത്ര വീണ്ടും മുന്നോട്ട് പോയി. രാത്രി 1 മണിയായോടെ ബസ്സിൻ്റെ ഡ്രൈവർ ഒന്ന് നടു നിവർത്താൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയത്. ഞങ്ങളും കിട്ടിയ ഗ്യാപ്പിൽ ഒരു സുലൈമാനും കൂടെ അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങി. ഇതൊരു നല്ല വൈബ് ടൈമായിരുന്നു. ഇനി അധികം ചാട്ടവും ബഹളവും ഒന്നും വേണ്ട എന്നുള്ള ഓർഡർ വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും സ്ലീപ്പ് മോഡിലോട്ട് പതുക്കെ അങ്ങ് പോയി. അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ രാവിലെ 6 മണിയോടെ ഞങ്ങൾ വയനാടെത്തി. നല്ല മഞ്ഞും തണുപ്പുമായിരുന്നു. എല്ലാവരും പാതി ഉറക്കത്തിലും നല്ല ടയേർഡായിട്ട് അവരുടെ ലഗേജ് എടുത്ത് റൂമിലേക്ക് ഓടുകയാണ്. എന്തായാലും കല്യാണം നടക്കുന്നതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് മുകളിലെ നിലയിലായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയുണ്ട്. രാവിലെ ധൃതി പിടിക്കേണ്ടെന്നുള്ള ആശ്വാസം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. എങ്കിലും എല്ലാവരും നല്ല ടയർഡായിരുന്നു. ഇനിയും കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണം. അതുകൊണ്ട് എല്ലാവരും ഒരു ചെറിയ പവർ നാപ്പ് എടുക്കും. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം, ജയലക്ഷ്മി ഓഡിറ്റോറിയം. ഇത് നല്ല വൈബ് ഏറിയ.
അങ്ങനെ ഒരു ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരും ഒരു 8:30 അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി. അവിടെ അധിക സമയം ചിലവാക്കിയില്ല. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ വേണ്ടി നോക്കി. കാരണം ഫ്രഷായിട്ട് വേണം പെട്ടെന്ന് കല്യാണത്തിന് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ. അങ്ങനെ തിരിച്ചു വന്ന് പെട്ടെന്ന് ഫ്രഷായി എല്ലാവരും ഡ്രസ്സ് ചെയ്ത് കല്യാണ വെന്യൂവിലെത്തി. ഈ വരുന്നതാണ് കല്യാണ പയ്യൻ റിജോ. ഇതാണ് വധു സ്നേഹ. നല്ല അടിപൊളിയായിട്ട് കല്യാണം നടന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായി. റിജോ മാത്യുവും സ്നേഹ ഷിബുവും അവർ പരസ്പരം ഉഭയസമ്മതം ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീർന്ന വിവരം വളരെ സന്തോഷത്തോടുകൂടെ ഈ സഭയെ അറിയിക്കുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് റിജോ മാത്യു. കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. നല്ലൊരു ഫുഡ് കഴിച്ചു. എല്ലാവരും എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ബ്രൈഡും ഗ്രൂമിനും ഒപ്പം ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായി. അങ്ങനെ ആ മൊമെൻറ്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ മടക്കി യാത്ര സ്റ്റാർട്ടായി. ആക്ച്വലി തിരിച്ചു പോകുമ്പം കോഴിക്കോട് വഴിയൊക്കെ പോയി ബീച്ചൊക്കെ കണ്ടു പോകാമെന്ന് വെച്ചാൽ, പക്ഷെ വയനാട് ചുരത്തിൽ ഞങ്ങൾക്ക് 8ന്റെ പണി കിട്ടി. ട്രാഫിക് ബ്ലോക്ക് കാണും. 4.5 മണിക്കൂർ അവിടെ അങ്ങ് പോയി കിട്ടി. അതുകൊണ്ട് വേറെ എവിടെയും പോകാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ആ ചുരത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങ് യാത്ര തുടങ്ങും. എനിവേ, ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായ ചെറിയ യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസമായ മൊമെൻറ്റ്സ് ഉണ്ടാക്കും. നമ്മളെ സ്ഥിരമായി കാണുന്ന ആളുകളാണെങ്കിലും അവരെ കൂടുതൽ അടുത്തറിയാനും പല കാര്യങ്ങൾ മനസ്സിലാക്കാനും സന്തോഷത്തിൻ്റെ കുറേ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാനും ഈ യാത്രകൾ സമ്മാനിക്കും. അതുകൊണ്ട് യാത്രകൾക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അത് ചെറുതായാലും വലുതായാലും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ അനദർ വീഡിയോ.